വിവിധ ഇനം തുലിപ്പുകൾ ഉൾപ്പെടെ 5000-ഓളം ഇനം പുഷ്പങ്ങളാണ് മൂന്നാർ പുഷ്പമേളയുടെ ഭാഗമായി ബൊട്ടാണിക്കൽ ഗാർഡനിൽ വിവിധ വർണ്ണങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. കാശ്മീരിൽ നിന്നും എത്തിച്ചിരിക്കുന്ന തുലിപ്പ് പുഷ്പങ്ങളും മരുഭൂമികളിൽ മാത്രം കാണുന്ന കള്ളിമുൾച്ചെടിയും വിവിധ ഇനം റോസുകളും ആന്തൂറിയവുമെല്ലാം മൂന്നാറിൽ വർണ്ണവസന്തം തീർക്കുകയാണ്. ഇതിൽ 5000-ക്ക് മേലുള്ള പൂക്കൾ കൊണ്ടാണ് ഈ ഫ്ലവർസ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രത്യേകതയാണ് ഈവനിങ് 7 മണിക്ക് മ്യൂസിക്കൽ ഫൗണ്ടൈൻ ഉണ്ട്. 7:30-ക്ക് DJ ഗാനമേള അങ്ങനെയൊക്കെ പരിപാടികൾ നടത്തുന്നുണ്ട്. പുഷ്പങ്ങൾ കാണാൻ മാത്രമല്ല പൂക്കളും വിത്തുകളും വാങ്ങാനുമുള്ള അവസരവും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 9-ന് തുടങ്ങുന്ന മേള രാത്രി 9 വരെ നീളും. മുതിർന്നവർക്ക് 60-ഉം കുട്ടികൾക്ക് 35-ഉം വീതമാണ് പ്രവേശന ഫീസ്. പുഷ്പമേള ആസ്വദിക്കാൻ സഞ്ചാരികൾ എത്തുന്നുണ്ട്. പൊതുവെ ചൂടൊക്കെ അല്പം കുറവുണ്ട്. ഇപ്പൊ വൈകുന്നേരമായി അല്പം ആശ്വാസമൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. വലിയ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല മൂന്നാറിൽ. എന്നാലും കുറെ ആളുകളൊക്കെ വന്ന് ഇവിടെ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ വലിയ ആഹ്ലാദമാണ്. ചൂടിൽ നിന്നും അല്പം ആശ്വാസം കിട്ടുന്നുണ്ട്. സന്ദർശകർക്ക് ചിത്രങ്ങൾ പകർത്താൻ സെൽഫി പോയിന്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും 7 മണിക്ക് വാട്ടർ ഫൗണ്ടേഷൻ ഷോയും അതിനുശേഷം ഗാനമേളയും DJയും നടക്കും. വിപണനശാലകളും മേളയിൽ സജീവമാണ്. ബൊട്ടാണിക്കൽ ഗാർഡനുള്ളിൽ തന്നെ ഫിഷ് സ്പായും ഒരുക്കിയിട്ടുണ്ട്. മേള മെയ് 12-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, അടിമാലി.